ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഒരു ഡോഗ് വയ്യാതായി കിടക്കുക, വണ്ടി തട്ടിയതാണെന്ന് തോന്നുന്നു. അവനെ കണ്ടുപിടിച്ചിട്ട് എടുത്തുകൊണ്ട് കയറി അവനെ രക്ഷപ്പെടുത്തണം. അതിന് വേണ്ടിയുള്ള പോക്കാണ്. അപ്പോൾ അതെവിടെ കിടക്കുന്നതെന്ന് ഒരു കൺഫർമേഷൻ വരുത്തിയിട്ട് വേണം അതിനെ എടുത്തുകൊണ്ട് പോകാൻ. വണ്ടി ഈ പ്രദേശത്തെങ്ങും വരികയില്ലെന്ന് തോന്നുന്നു. എടുത്തുകൊണ്ട് അത്രയും ദൂരം നടക്കുക എന്ന് പറയുന്നത് നല്ല റിസ്ക്കാണ്. അങ്ങനെ പോകുന്നു ഇവിടുത്തെ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം റെയിൽവേ പാളത്തിൽ കൂടെ നടക്കുക. നേരത്തെ ഒത്തിരി സൂക്ഷിച്ച് നടക്കണം. അഴുക്കൊക്കെ കാണുന്ന പാളങ്ങളാണ്. പക്ഷേ അങ്ങനെ അടുത്തൊന്നും കാണുന്നില്ല. എല്ലാം തുളിയായിട്ട് പോകുന്നതുകൊണ്ട് ഒരു ട്രെയിനിൻ്റെ ഹോണൊക്കെ കേൾക്കുന്നുണ്ട്. ഇതുവഴിയാണ് വരുന്നവ. മാറി നിൽക്കാനായിട്ട് ഇടയില്ല. അങ്ങനെ വരുന്നുണ്ട് തോന്നുന്നു. ക്രോസാണ്. ഈ പാലത്തിന് സമീപത്തെങ്ങാണ്ടാണ് അവളെന്നാണ് പറഞ്ഞത്. നല്ല പാളം, തലയൊക്കെ വെക്കാൻ തോന്നുന്ന തരത്തിലുള്ള സുന്ദരമായ പാളമാണ്. ഒരു ശല്യവും ഇല്ല. ഞങ്ങളാനും വല്ലവനും തല വെച്ച് മുറിഞ്ഞ് കിടപ്പുണ്ടാവുക. ആ ഇരിക്കുന്ന പെട്ടിയുടെ സൈഡിലെങ്ങാണ്ടാണ് എന്നാണ് തോന്നുന്നത്. അയ്യോ, ഇവിടെ നിന്നും അങ്ങ് വരെ എടുത്തുകൊണ്ട് നടക്കണമല്ലേ? അങ്ങനെ കൊണ്ടുപോകും. അമ്മേ, വണ്ടി എത്തിപ്പെടാനൊരു മാർഗമില്ല. അയ്യോ, ഇങ്ങനെ അവിടെ എടുത്തുകൊണ്ട് ചെല്ലുമ്പോഴത്തേന് എന്നെ ആരും റെസ്ക്യൂ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഇപ്പം തന്നെ നടന്നിട്ട് വയ്യാതായിട്ടുണ്ട്. കാണുന്നുണ്ട് ഇവിടെ. വാ. അയ്യോ, കണ്ടോ കിടക്കണേ. വന്നേ മോനെ, വാ, വരാവോ? എന്നാ പറ്റിയേ? എന്നാ പറ്റിയേ? എൻ്റെ അമ്മ, ഇവനെ എടുത്തോണ്ട് ഞാനങ്ങനെ പോവും. എല്ലാം പുഴുവൊക്കെ ആയിക്കാണ്. 2-3 ദിവസമായെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അമ്മ, കുഞ്ഞേ, വാ ഇങ്ങോട്ട്. എന്നാ കാണിച്ചേ? വീട്ടിൽ നിന്ന് ചാടി പോകുന്നതാണല്ലോ. ലാബാണ്, ഏത് ബ്രീഡാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അയ്യോ, തന്നെ വലിയ പാടാണ്. വിറയ്ക്കുന്നൊക്കെ ഉണ്ട്. വാ, വരാമോ? എൻ്റെ കൂടെ വരാമോ? കാലയിലൊക്കെ പരുക്കുണ്ട്. ഇതുവഴി മുകളിലോട്ടൊന്നും കയറി പോകാൻ ഒരു മാർഗവും കാണുന്നില്ല. ഇങ്ങനെ തിട്ട അതായതല്ലേ, ഇങ്ങനെ അങ്ങ് വരെ ഇത് തന്നെ കളി. നോക്കണം. വരാമോ? എൻ്റെ കൂടെ വരാമോ? വയ്യ, എന്നാലും മുഖം കെട്ടുകയൊക്കെ ചെയ്യണം. ആരുടെ ഹെൽപ്പില്ലാതെ ഒരു പരിപാടി നടക്കില്ല. വരാമോ എൻ്റെ കൂടെ? വേദന എടുക്കുന്നതുകൊണ്ട് കഴിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം ഒരുത്തി ഉണ്ട്, കടിച്ചതിൻ്റെ മുറിവാണ് കാണാതെ. ഇത് ഇനി അടുത്തതും കൂടെ അങ്ങനെ എടുത്ത് വെക്കും. നല്ല കടി കിട്ടിയാൽ നന്നായിട്ട് കേൾക്കുകയും ചെയ്യും. ഒരാളുടെ കൂടെ സഹായം ഇല്ലാതെ ഒരു തരത്തിൽ ഇവനെ രക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുമല്ലോ എന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കുമാണ് ഈ റെസ്ക്യൂ കോർഡിനേറ്റ് ചെയ്യുന്ന അഞ്ജലി ആനന്ദ് ചങ്ങനാശ്ശേരിക്ക് അടുത്തൊരു സുഹൃത്തിനെ, ഒരു ചെറുപ്പക്കാരനെ വിളിച്ച സഹായം അഭ്യർത്ഥിച്ചത്. ആ ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നത് ഇവൻ്റെയും ഭാഗ്യം എൻ്റെയും ഭാഗ്യം ആയിത്തീർന്നു. അല്ലെങ്കിൽ ഏത് തരത്തിൽ ഇവനെ ഇവിടെ എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ല. 1/2 കിലോമീറ്ററോളം നടക്കണം ഇവനെ എടുത്തുകൊണ്ട്. ഇത് ഗ്രേറ്റ് ഡെയിൻ വിഭാഗത്തിൽപ്പെടുന്നതാണെന്ന് പിന്നീട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മാത്രമാണ് എനിക്ക് പിടികിട്ടിയത്. ഈ ചപ്പിനകത്ത് കിടക്കുകയല്ലേ, വലിയ സൈസുള്ളൊരു നായ എന്നതിനപ്പുറത്തേക്ക് ഒന്നും മനസ്സിലായില്ല. എന്തായാലും ഇവൻ്റെ പരുക്ക് എന്ന് പറയുന്നത് വലത് കാലിലെ തുടയലിന് ഒടിവായിരുന്നു. അതുകൊണ്ട് ഇവൻ ഒരു തരത്തിലും എഴുന്നേൽക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഈ വണ്ടി തട്ടിയതാണോ മുകളിൽ നിന്ന് താഴോട്ട് വീഴാണോ ഒന്നും അറിയില്ല. അവൻ പകുതിയോളം ആ ഓടയിലെ വെള്ളത്തിലാണ് കിടന്നത്. ആരണ്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ആ ബിസ്ക്കറ്റൊക്കെ കഴിച്ചാൽ ഇവന് വല്ലതും സാധിക്കുമോ? ഒരു തരത്തിൽ അവിടുന്ന് വലിച്ച് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചു. എന്നാലും ഫ്രണ്ടിലത്തെ 2 കാലിലൊക്കെ അന്നേരം അവൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒടിഞ്ഞ് ആ കാല് പൊക്കി പിടിച്ചുകൊണ്ട് കുറച്ച് ദൂരം ഞങ്ങളുടെ കൂടെ നടന്നു.
ആ അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേന് അത്രയും നേരം പട്ടിണി കിടന്നതിൻ്റെ ആ ക്ഷീണം കൊണ്ടായിരിക്കണം അവൻ അവിടെ തന്നെ കുത്തിപ്പിടിച്ചിരുന്നു. അപ്പോഴത്തേനും ദാണ്ട ട്രെയിൻ വരുന്നു. മഴയും പെയ്യുന്നുണ്ട്. മഴ നനയാതെ പാലത്തിനടിയിലോട്ട് കയറി നിന്ന സമയത്താണ് ട്രെയിൻ വരുന്നത്. അങ്ങനെ ട്രെയിൻ അവനെ ഞങ്ങളെ ഒന്നും അപകടം വരാതിരിക്കത്തക്ക രീതിയിൽ വലിയ സാഹസികമായിട്ട് ആണ് ഞങ്ങൾ അവനെ രക്ഷിച്ചതെന്ന് പറയാം. രക്ഷിച്ച് കൂടെ വന്ന ആ ചെറുപ്പക്കാരനാണ് ആ നിൽക്കുന്നത്. പ്രദീപ് എന്നാണ് പേര്. ചങ്ങനാശ്ശേരിയിലാണ് വീട്. ഞങ്ങൾ രണ്ടുപേരും ഇരു കരങ്ങളും കൂട്ടിപ്പിടിച്ച് ഫ്രണ്ടിൽ പൊക്കിപ്പിടിക്കും, ബാക്കിലും പൊക്കിപ്പിടിച്ച് ആ പാളത്തിൽ കൂടെ നടന്നാണ് പോകുന്നത്. ഞങ്ങളുടെ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഇവൻ അതിനകത്തേക്ക് അവനാലാവും വിധം ശ്രമിച്ച് കിടന്നു കേട്ടോ. അങ്ങനെ എന്തോ അവനെ രക്ഷിക്കാൻ വന്നവരാണെന്ന് അവന് നന്നായിട്ട് മനസ്സിലായിരുന്നെന്ന് തോന്നുന്നു. യാതൊരുവിധ തരത്തിലും ഒരു ഉപദ്രവമോ എന്തെങ്കിലും തരത്തിലൊരു മുറുമലോ ഒന്നും ഉണ്ടാകില്ല. കണ്ടോ, ആകെ മഴ നനഞ്ഞ് ഷർട്ടെല്ലാം നനഞ്ഞ് ജീൻസും എല്ലാം നനഞ്ഞ് ആകെ കുളിച്ച് നിൽക്കുകയായിരുന്നു. അതിൽ ആ ചെറുപ്പക്കാരനൊരു പരാതിയും പറയാതെ അങ്ങ് പോയി. ഇത് എൻ്റെ ഷർട്ട് കണ്ടോ ഉണങ്ങാനിട്ടിരിക്കുന്നത് കണ്ടോ. അങ്ങനെ ഷർട്ടൊന്നും ഇടാതെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ അവനെ കാക്കനാട് പെട്രോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇതാ അവിടെ ഉണ്ടായിരുന്ന ഒരു മൃഗസ്നേഹിയായിട്ടുള്ള ഒരാൾ അവൻ്റെ മുഴുവൻ ചികിത്സാ ചെലവും അവൻ്റെ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും അവൻ്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവൻ സുഖപ്പെട്ട് വരുന്നു. അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും അവൻ സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പെട്രസ് ഹോസ്പിറ്റലിൽ അവനെ അവിടെ ഒരു കൂടിനുള്ളിൽ ആക്കി വീണ്ടും കെട്ടഴിച്ച് കളഞ്ഞിട്ട് വീണ്ടും അവൻ്റെ വായ കെട്ടിയത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള കുട്ടികൾക്ക് പേടിയായിരുന്നത് കൊണ്ടാണ് അങ്ങനെ കെട്ടിയത്. ഇത്രയും വലിയ നായയല്ലേ. എന്തായാലും പോരാൻ നേരത്ത് അവൻ എൻ്റെ കൂടെ തിരിച്ചു പോരാൻ വേണ്ടിയൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് പോകുന്നതിന് അവനതൊരു വിഷമമുള്ള പോലെ തോന്നി. അങ്ങനെ അവനെ ആ കൂടിനുള്ളിലാക്കി ഞാൻ മടങ്ങി പോന്നു.